ദേവസ്വം ബോർഡിന്റെ സ്വത്ത് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ അംഗങ്ങൾ പ്രവർത്തിച്ചുവെന്നാണ് എഫ്ഐആർ. പാളികൾ ഇളക്കിക്കൊണ്ടുപോയ സമയത്തെ ദേവസ്വം സെക്രട്ടറി, തിരുവാഭരണം കമ്മീഷണർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പദവി വഹിച്ചവരാണ് പ്രതി ചേർക്കപ്പെട്ടവർ. ഉത്തരവുകളിലും മഹസറുകളിലും ഒപ്പിട്ടവർ ഇവരാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2007 ശബരിമല വന്ന ആളാണ്. നമ്മളെക്കാളൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ, അവരൊക്കെ മറുപടി പറയേണ്ടി വരും. തനിക്കെതിരായ ഒരു തെളിവും അന്വേഷണ സംഘത്തിന്റെ പക്കൽ ഉണ്ടാവില്ലെന്ന ആത്മവിശ്വാസത്തിലാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസു. 2019 മാർച്ച് 14 ദേവസ്വം കമ്മീഷണർ സ്ഥാനമൊഴിഞ്ഞ വാസു 2019 നവംബറിലാണ് പ്രസിഡന്റായി തിരിച്ചെത്തുന്നത്. ഞാൻ എന്തായാലും 2019 മാർച്ച് 14 വരെ കമ്മീഷനായിരുന്നു, ദേവസ്വം കമ്മീഷനായിരുന്നു. ഇതിൻ്റെ പ്രസക്തമായ തീയതി എന്നാണെന്നോ ആ ഫയലോ എനിക്ക് കാണാതൊന്നും പറയാനൊക്കെ എന്നെ സംബന്ധിച്ച് ചോദ്യം ചെയ്തിട്ടുമില്ല. അഴിമതി, നിരോധനം, കവർച്ച, ഗൂഢാലോചന, വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന നടത്തി. സ്മാർട്ട് ക്രിയേഷൻസിലാണ് ദ്വാരപാലക ശില്പങ്ങളും വാതിലുകളും സ്വർണം പൂശിയതെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിരുന്നത്. ഇവിടെ നിന്ന് ലഭിക്കുന്ന തെളിവുകൾ നിർണായകമാകും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.